ഹായ് ഗൈസ്, വെൽക്കം അഗെയിൻ അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനല്ല ഈ വീഡിയോയിൽ, ഇന്ന് എൻ്റെ ഉപ്പച്ചിയാണ്. എൻ്റെ ഉപ്പച്ചി ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഐക്കിയ എന്നുള്ള ഫർണിച്ചറിൽ ചില അവിടുത്തെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൈമാറുന്നത്. ഇന്ന് ഉപ്പച്ചിയാണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാനല്ല, ഉപ്പച്ചിക്ക് കൃത്യമായിട്ട് അറിയണോണ്ട് ഉപ്പച്ചി വോയിസ് ഓവർ ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാൻ ഈ അടുത്തായിട്ട് ഐക്കിയയുടെ ബാംഗ്ലൂരിലെ ഷോറൂം ഒന്ന് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ കണ്ട വിവരങ്ങളും പിന്നെ അവിടുത്തെ പ്രൈസ് റേഞ്ചസ്, പ്രൊഡക്റ്റ് വെറൈറ്റീസ്, അതും അതിൻ്റെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയകളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീട്, സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർ, അതല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ, അവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. 4,60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ സ്റ്റോറിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 7,000-ലധികം ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 65 റൂം സെറ്റപ്പുകളുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് ബെഡ്റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് പിന്നെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ സ്വന്തം റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു അവരുടെ ഒരു സ്ക്രാപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ ഇതെല്ലാം പിന്നെ സെപ്പറേറ്റ് പ്രൈസിങ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ. ഇത് പിന്നെ അവരുടെ ടൂൾസാണ്. അതായത് അവിടെയുള്ള ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും ഈ ടൂൾസ് വെച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ കഴിയും. ബെഡ്റൂം, ലിവിങ് റൂം, അതുപോലെ ഹാള്, അങ്ങനെയുള്ള ഏത് ഏരിയയ്ക്കും ഉള്ള പിന്നെ ഫർണിച്ചറുകളുടെയൊക്കെ പിന്നെ മിനിമലിസ്റ്റിക് ഡിസൈൻ മുതൽ അതായത് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ വരെ അവിടെ ഉണ്ട്. എത്ര സിമ്പിളായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടാൽ തന്നെ ആശ്ചര്യപ്പെട്ടു പോകുന്നൊരു തരം പിന്നെ സെറ്റപ്പാണ് അത്. കംപ്ലീറ്റ് ആ ഷോറൂം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ പ്രൊഡക്ട്സ്, അതല്ലെങ്കിൽ ഫർണിച്ചേഴ്സ്, അതൊന്നും ഇപ്പോൾ നമ്മൾ അടുത്തൊന്നും വേറെ എവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത മാതിരിയുള്ള പിന്നെ സെറ്റപ്പാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റോറേജ് സൊല്യൂഷൻസ്, പിന്നെ ഷെൽഫുകൾ, ക്യാബിനറ്റുകൾ, ഓർഗനൈസറുകൾ, അങ്ങനെ ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയയിൽ ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു വീട് എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റൂം എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഓരോ ഫർണിച്ചറുകൾക്കും അതല്ലെങ്കിൽ ഷെൽഫുകൾക്കും കബോർഡുകൾക്കൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള കളർ തീം, പിന്നെ അതിൻ്റെ ഡിസൈൻസ് ഭയങ്കര അട്രാക്റ്റീവാണ്. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ മാക്സിമം പിന്നെ എനിക്ക് കഴിയുന്നത് നടന്നാലും തീരാത്ത അത്ര വലിയ ഷോറൂമാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഓരോന്നും പിന്നെ മാക്സിമം പ്രൈസ് ടാഗൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിലിങ്ങനെ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കി. പിന്നെ മുൻപ് ഒരു വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്തിട്ടോ അതല്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടോ സ്വയം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ സംസാരത്തിലൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. കണ്ടൻറ്റ് എന്താണെന്നുള്ളത് അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും പിന്നെ അതായത് ഇത്തരത്തിലുള്ള ഡിസൈനുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഭയങ്കര ഒരു വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അതിൽ എനിക്ക് ഉറപ്പുണ്ട്. മൊത്തത്തിൽ ഓരോ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ സ്പെസിഫിക്കായി പറഞ്ഞു പോകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇതിൽ കാണുന്നില്ലേ, ഈ കാണുന്ന ഷെൽഫുകൾ അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ ഫ്രെയിംസ്, ബെഡ്ഷീറ്റ്, പില്ലോസ് എല്ലാം സെപ്പറേറ്റ് പ്രൊഡക്ട്സാണ്. കർട്ടൻസ് എല്ലാം സെപ്പറേറ്റ് പ്രൊഡക്ട്സാണ്. എല്ലാത്തിനും അതിൻ്റെ പ്രൈസ് ടാഗും ഉണ്ട്. ഇപ്പോൾ നോക്കി ഇത് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പിന്നെ മിററാണിത്. പിന്നെ അതിന് 5,000 സംതിങ് വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഡിസൈന് നമുക്ക് നോർമലി ഒരു ഷോപ്പുകളിൽ നിന്നൊന്നും കാണാൻ പറ്റാത്തത്ര നല്ല പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ്. 99 രൂപ മുതൽ തുടങ്ങി ഒരു 1 lakh വരെയുള്ള പ്രൊഡക്റ്റ് വരെ ഇപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7,000-ഓളം പ്രൊഡക്ട്സ് ഉണ്ട് എന്നാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്.
അത് മിക്കവാറും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമുക്ക് മൊത്തമായിട്ട് ഒരു ദിവസം കൊണ്ട് ഒന്നും കറങ്ങാം പിന്നെ കറങ്ങി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, അല്ലെങ്കിൽ വീഡിയോ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. അത്രയും പ്രൊഡക്ട്സാണുള്ളത്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബാംഗ്ലൂരിൽ നാഗസാന്ദ്രയിലാണിത് പിന്നെ ഐക്യയുടെ ഷോറൂം ഉള്ളത്. ഏകദേശം 4,60,000 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ അത്ര വിസ്തീർണത്തിലാണിത് കിടക്കുന്നത്. അതിൽ തന്നെ പിന്നെ തുംകൂർ റോഡിലാണ് കേട്ടോ, നാഗസാന്ദ്രയിൽ തുംകൂർ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പലപ്പോഴായിട്ട് പിന്നെ നേരിട്ട് സ്വീഡിഷ് സ്റ്റാഫുകളൊക്കെ അവിടെ കാണാം. ഹെജി എന്നൊക്കെ പിന്നെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തരാനും നമ്മൾ അസിസ്റ്റ് ചെയ്യാനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ സോഫകളുടെയൊക്കെ ഒരു വാസ്റ്റായിട്ടുള്ള കളക്ഷൻസാണ്. അത് എന്താണെന്നറിയോ, നമുക്ക് അട്രാക്റ്റീവായിട്ട് നമുക്ക് ഈസി ആവും പിന്നീട് നമുക്കത് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാനും ഇതൊക്കെ. ഇത് എങ്ങനെയാണ് അവർ പിന്നെ എങ്ങനെയാണ് അത് നമ്മുടെ വീട്ടിൽ വെക്കേണ്ടത് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവർ പിന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയായിട്ട് തോന്നിയത്. ചില പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് പിന്നെ നാട്ടിലെ ഇപ്പോൾ ലോക്കൽ ഫർണിച്ചർ ഷോപ്പുകളിലേക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും അടിപൊളി ഡിസൈൻസും പിന്നെ അതിൻ്റെ ക്ലോത്തിൻ്റെയൊക്കെ ഗുണമേന്മയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തായാലും പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത്രയും നല്ല ക്വാളിറ്റിയാണ് കാണുന്നത്. ഞാൻ പ്രത്യേകം ക്ലോത്തും കാര്യങ്ങളൊക്കെ പിടിച്ച് നോക്കിയപ്പോഴും പിന്നെ അതുപോലെ പിന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അത്ര അട്രാക്റ്റീവായിട്ടുള്ളതാണ്. രാവിലെ 10 മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ആവുന്നത്. പിന്നെ വൈകിട്ട് 10 മണി വരെ തന്നെയുണ്ട്. പിന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫുഡ് കോർട്ടും അവിടെ ഉണ്ട്. അതിൽ സാൽമണും അങ്ങനെയുള്ള പിന്നെ വേൾഡ് ക്ലാസ് ഐറ്റംസും എല്ലാം അവർ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, നമ്മൾ കുറേ നടന്ന് ക്ഷീണിക്കുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ നല്ല കൂൾ ഡ്രിങ്ക്സ് പിന്നെ അങ്ങനെയുള്ളതൊക്കെ അവിടുന്ന് കഴിക്കാവുന്ന പിന്നെ അതിനുള്ള സെറ്റപ്പും ഉണ്ട്. ഡൈനിങ് ടേബിളുകൾ അതുപോലെ പിന്നെ ലിവിങ് റൂമൊക്കെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 70ഓളം ബെഡ്റൂമുകൾ തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ വിവിധ തരം പ്രൊഡക്റ്റുകളായിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. TV യൂണിറ്റൊക്കെ എത്ര മനോഹരമായിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് യൂസ് ചെയ്യാൻ ഓരോ കളർ തീമിനും അനുസരിച്ചിട്ടുള്ള പിന്നെ രീതിയിലുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്മാർട്ട് സ്റ്റോറേജിൻ്റെയൊക്കെ പിന്നെ ഒരു വാസ്റ്റ് ഡിസ്പ്ലേ ഉണ്ട്. എല്ലാം മസ്റ്റായിട്ട് കാണേണ്ടതാണ്. അതായത് അത്രയും പിന്നെ നമ്മളൊരു വീടിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവില്ലേ. അതായത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് വല്ലാതെ കളറൊന്നും പിന്നെ വാരി പൊത്തി ചെയ്യാത്ത പിന്നെ നല്ലൊരു ഐഡിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെ നമുക്കൊരു പേഴ്സണലി ഒരു ടൂർ പോലെയൊക്കെ പോയി കണ്ട് വിസിറ്റ് ചെയ്ത് അവിടുന്ന് തന്നെ നമുക്ക് കൊറിയറൊക്കെ അയപ്പിക്കാവുന്ന പിന്നെ രീതിയിൽ അവർ തന്നെ പാക്ക് ചെയ്ത് തരുന്നുണ്ട് കൃത്യമായിട്ട്. അതൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നിയത്. നോർമലി ഞാനും ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ടൊന്ന് ജസ്റ്റ് പോയി കാണാമെന്നുള്ള രീതിയിൽ പോയി കണ്ടതാണ്. പക്ഷേ ഇത് എടുത്തിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു മാധ്യമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചാനലിൽ കൂടെ അങ്ങനെ ഇടുകയാണ്. അപ്പോൾ കാണുന്നവരൊക്കെ കാണട്ടെ എന്നാണ് ഒരു ഐഡിയ. കിച്ചൺ ആക്സസറീസ്, യൂട്ടൻസിൽസ്, പിന്നെ അതുപോലെ പ്ലേറ്റ്സ്, ജഗ്സ്, മഗ്സ്, അതിൻ്റെയൊക്കെ ഒരു എന്ത് അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് ആണെന്നറിയോ. നമുക്ക് പിന്നെ അത്രയും ക്വാളിറ്റിയും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ്സസ് ആണെങ്കിലും പിന്നെ എല്ലാം അത്രയും ക്വാളിറ്റിയുള്ള ഒരു സാധനങ്ങളാണ് മൊത്തത്തിൽ. പിന്നെ സെറാമിക് പ്ലേറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പ്രൈസ് ഇപ്പോൾ ഒരു 99 രൂപയൊക്കെയാണ് പല സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ സെറാമിക് പ്ലേറ്റൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലും കുറഞ്ഞ വിലക്കൊക്കെ തന്നെ അവിടെയൊക്കെ കാണാവുന്നതാണ്. പിന്നെ യൂട്ടൻസിൽസൊക്കെ പിന്നെ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. കുറച്ച് പ്രൊഡക്ട്സൊക്കെ നമ്മളും വാങ്ങി. ഇത് വിൻഡോ ഫ്രെയിംസ്, വിൻഡോയുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ഒരു വല്ലാതൊരു ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ
പറ്റിയില്ല, ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് മാക്സിമം ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാലറിയാം, എല്ലാ ഏരിയയ്ക്കും ഇപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു 40% പോലും കവർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. ഈ ഒരു ഓപ്പൺ കിച്ചണൊക്കെ ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി എത്ര മനോഹരമായിട്ടാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെയേഴ്സ്, ഇതിൽ ഓരോ പ്രൊഡക്ട്സിനും സിംഗിൾ പ്രൈസ് ടാഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ക്യാബിനറ്റ് യൂണിറ്റിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനുള്ള നോർമൽ ഇൻ്റർനാഷണൽ അളവുകളും കാര്യങ്ങളും ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കളർ തീമുകളും ഒക്കെയാണ് അവരുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുകളാണ് ഈ പിന്നെ ഹാഷ് വൈറ്റ് അങ്ങനെയുള്ള കോമ്പിനേഷൻസൊക്കെ. അപ്പോൾ അതൊക്കെ മാക്സിമം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് എൻ്റെ ഒരു ടേസ്റ്റിനൊക്കെ പറ്റിയ ഒരു കളർ തീമാണ് കംപ്ലീറ്റ് കണ്ടത്. അപ്പോൾ അത് ഞാൻ മാക്സിമം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് അട്രാക്റ്റീവായി തോന്നുന്നത് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതും ഇതിനപ്പുറത്തൊക്കെ ഉള്ള പിന്നെ സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ കട്ട്ലേഴ്സിൻ്റെയൊക്കെ നമ്മുടെ പിന്നെ ഡൈനിങ് ഏരിയ അതല്ലെങ്കിൽ കിച്ചണൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ ചെറിയൊരു സംഖ്യകൾ കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് മൊത്തത്തിലുള്ളത്. അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. സിങ്കുകളുടെയൊക്കെ ഒരു മനോഹരമായ കളക്ഷൻ, നമ്മൾ വല്ല ഹോളിവുഡ് മൂവീസിലൊക്കെ കിച്ചൺസിലൊക്കെ കാണുന്ന രീതിയിലുള്ള അത്രയും അട്രാക്റ്റീവായിട്ടുള്ള കളർ തീംസും കാര്യങ്ങളും. എനിക്ക് പേഴ്സണലി ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ബെഡ്റൂമാണ് കേട്ടത്. എനിക്ക് ഈ ഡാർക്ക് കളേഴ്സിനോട് കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഇതിൽ ആ ഒരു വാൾ കർട്ടൻസ് അടക്കം കംപ്ലീറ്റ് സാധനങ്ങളും സിംഗിൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഓരോ സിംഗിൾ പ്രൊഡക്ട്സാണ്. മിറേഴ്സിൻ്റെ ഒരു വാസ്റ്റായിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. മിറേഴ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊന്നുമില്ല. അവർ പിന്നെ അതിനൊക്കെ അവർ സ്റ്റാഫൊക്കെ നമുക്ക് പിന്നെ സപ്പോർട്ടീവാണ് കേട്ടോ. അവരെടുത്തോളാന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പിന്നെ എടുത്തോ, അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് ബെഡ്റൂമിൻ്റെ അതിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയയുടെ ഒരു ഡിസ്പ്ലേ ആണ് കണ്ടത്. പിന്നെ വിവിധ സൈസിലുള്ള കട്ടിലുകൾ, അതിൻ്റെ ബെഡ്ഷീറ്റുകൾ, പില്ലോസ്, അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പിന്നെ നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ഒരു 10-15 സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇതൊരു 50-100 ഒക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഓരോ റൂമുകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റുകൾ, പിന്നെ അതുപോലെ ടേബിൾ ലാംപ്സ്, പെൻഡൻറ്റ് ലാംപ്സ്, അതിൻ്റെയൊക്കെ നല്ല ഡിസ്പ്ലേ അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനൊപ്പം ഒരുമിച്ച് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. എനിക്കൊരു ചീപ്പസ്റ്റായിട്ട് തോന്നിയ ഒരു പിന്നെ സ്റ്റോറേജ് ഒരു അലമാറയാണത്. അപ്പോൾ വലിയതാണ്, നല്ല പ്രൊഡക്റ്റിനൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാം, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കൊറിയർ ചെയ്ത് തരും. അവർ ഡിസ്മാൻഡിൽ ചെയ്ത് കൊറിയർ ചെയ്ത് തരും. പിന്നെ അതിനുള്ള പിന്നെ അതായത് മാനുവൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഡിസ്മാൻഡിൽ അസംബിൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. സ്റ്റോറേജിൻ്റെ ഒരു വാസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പില്ലോസ്, കർട്ടൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ പിന്നെ അതുപോലെ കിഡ്സിന് തന്നെ കിഡ്സ് ഐക്കിയ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അതായത് ഒരു ഇൻഫൻറ്റ് മുതൽ ഒരു 6-7 വയസ്സ് വരെയുള്ള കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും അവിടെ. പിന്നെ ചെറിയ ടേബിൾസ് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നത്, അതിൽ അവർക്ക് വേണ്ട യൂട്ടൻസിൽസ്, ഫോർക്സ്, പിന്നെ കട്ട്ലേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ പാത്രങ്ങൾ, അവരുടെ തൊട്ടികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറങ്ങി ഇത് അവരുടെ പിന്നെ സെൽഫ് ബില്ലിങ് ഏരിയയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്ത പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് സെൽഫ് ബില്ല് ചെയ്യുക, വേറെ ഒന്നുമില്ല. അതിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ സെൽഫ് ബില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഏത് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ്, GPay വേണമെങ്കിൽ GPay ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ
വേറെ കാർഡ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അങ്ങനെ അത് നോർമലി ഉണ്ടാവുന്നതും ഇവിടെ തന്നെ ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഏറ്റവും വലുതാണ് അവരുടെ പിന്നെ റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ലാത്ത റെസ്റ്റോറൻ്റാണ്. കംപ്ലീറ്റ്, അതായത് കുറേ സ്വീഡിഷ് വിഭവങ്ങൾ, ഇൻ്റർനാഷണൽ പിന്നെ വിഭവങ്ങൾ, അതും ഇതുപോലെ തന്നെ സെൽഫ് സർവീസാണ്. നമുക്ക് അവിടുന്ന് ട്രോളി എടുത്ത് പോയി ബില്ല് ചെയ്ത് വന്ന് അവിടെ തന്നെ വലിയൊരു ഹാളുണ്ട്, നമുക്ക് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. സ്വീഡിഷ് മീറ്റ് ബോൾസ്, പിന്നെ അതുപോലെ സോസസിൻ്റെയൊക്കെ നമുക്ക് ടേക്ക് അവേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് വെറും ഒരു ഇപ്പോൾ കിഡ്സിനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടാവും അവർക്കും. പിന്നെ അട്രാക്റ്റീവാണ് കാണാൻ. പിന്നെ കിഡ്സിനൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ കൃത്യമായിട്ട് എനിക്കതിന് അറിവില്ല, ഞാൻ ആ ഒരു ഏരിയയിലേക്കൊന്നും കിടക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ നോക്കിയിട്ടൊക്കെ എടുത്തതാണ്. എന്തായാലും കഴിയുന്നവരൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ, പിന്നെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് അവരൊരു സെപ്പറേറ്റ് റൂം തന്നെയാണ് അവിടെ. അതിന് പ്രത്യേക സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരതിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി വിവരങ്ങൾ, അവരൊരു ഡിസൈൻ ഐഡിയാസൊക്കെ പറഞ്ഞു തരാൻ കൃത്യമായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും കയറുന്നതിന് മുന്നേ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ ഓരോന്നിൻ്റെയും പ്രൈസിങ് അവിടുന്ന് QR വെച്ച് സ്കാൻ ചെയ്യുക. ആ ആപ്പിൽ തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബില്ലിങ്ങിൽ അപ്പോഴത്തേന് അത് ഓർഡർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവിടെ കിട്ടും. അത് നമുക്ക് എടുത്തു പോരണമെങ്കിൽ എടുത്തു പോരാ. അതല്ലെങ്കിൽ നമ്മുടെ പിൻകോഡിൽ പിന്നെ കൊറിയർ അവൈലബിൾ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഇത് പിന്നെ അവർ കൊറിയർ ചെയ്ത് തരും ചെയ്യും. അവിടെ നിന്ന് തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു പോരാ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കി പറ്റുന്നവരൊക്കെ.